നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട് ഐങ്ങോത്ത് ദേശീയപാതയിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. 7 വയസ്സുള്ള കുട്ടിക്കും പരിക്ക്. പടന്നക്കാട് കരുവളം കയ്യാലിലെ അബ്ദുൾ സമദിന്റെ ഭാര്യ CH റംസീന ആണ് മരിച്ചത്. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി കൊലപാതകം. ജിന്നുമ എന്ന ഷമീന ഉൾപ്പെടെ 2 പേർക്ക് ജാമ്യം. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 1-ാം പ്രതി മാങ്ങാട് കുളിക്കുന്ന് സ്വദേശി ഉബൈദ് സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു. മംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിൻ കയറാനും ഇറങ്ങാനും എത്തുന്ന രോഗികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ ദുരിതത്തിൽ. നാഷണൽ ഹൈറാൾഡ് അഴിമതിയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ കാഞ്ഞങ്ങാട് രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു. മിനി സിവിൽ സ്റ്റേഷന് മുന്നിലായിരുന്നു പ്രതിഷേധം. പടന്നക്കാട് ഓർച്ചയിൽ പുഴവെള്ളം കയറി തെങ്ങുകൾക്ക് വ്യാപക നാശനഷ്ടം. ഉപ്പുവെള്ളം കൊണ്ടുണങ്ങി വീഴുകയാണ് തെങ്ങുകൾ. 100-ൽ പരം വീടുകൾ ഉൾപ്പെടെ പ്രദേശം ഉപ്പുവെള്ളം കയറി ദുരിതത്തിലായിട്ട് മാസങ്ങളായി. നേതാവായിരുന്ന CH അസ്ലം ഓർമ്മകളുടെ പുസ്തകം പ്രകാശനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നജീബ് കാന്തപുരം MLAക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. LNS സ്പെഷ്യൽ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. LNS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമർ വിളക്കോട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട് ഐങ്ങോത്ത് ദേശീയപാതയിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് ദാരുണാന്ത്യം. 7 വയസ്സുള്ള കുട്ടിക്കും പരിക്ക്. പടന്നക്കാട് കരുവളം കയ്യാലിലെ അബ്ദുൾ സമദിന്റെ ഭാര്യ CH റംസീനയാണ് മരിച്ചത്. പടന്നക്കാട് സ്കൂട്ടറും ലോറിയും കൂട്ടിയിടിച്ച് പടന്നക്കാട് സ്വദേശിനിയായ യുവതി മരിച്ചു. കുയ്യാലിലെ സമദിന്റെ ഭാര്യ റംസീനയാണ് മരിച്ചത്. ഐങ്ങോത്ത് പെട്രോൾ പമ്പിനടുത്ത് ദേശീയപാതയിൽ വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. നീലേശ്വരം ഭാഗത്തേക്ക് പോവുകയായിരുന്നു നാഷണൽ പെർമിറ്റ് ലോറി. മൃതദേഹം ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി കൊലപാതകം. ജിന്നുമ എന്ന ഷമീന ഉൾപ്പെടെ 2 പേർക്ക് ജാമ്യം. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 1-ാം പ്രതി മാങ്ങാട് കുളിക്കുന്ന് സ്വദേശി ഉബൈദ് സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി. പള്ളിക്കര പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ മന്ത്രവാദിനി ജിന്നുമ്മ ഉൾപ്പെടെ 2 പേർക്കാണ് കോടതി ജാമ്യം അനുവദിച്ചത്. 1-ാം പ്രതിയുടെ ഭാര്യ ഷമീന എന്ന ജിന്നുമ്മ, 3-ാം പ്രതി പൂച്ചക്കാട്ടെ PM അസ്നിഫ എന്നിവർക്കാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. അതേസമയം റിമാൻഡിലുള്ള 1-ാം പ്രതിയും 2-ാം പ്രതിയായ ജിന്നുമ്മയുടെ ഭർത്താവുമായ മാങ്ങാട് കൂളിക്കുന്നിലെ ഉവൈസ് എന്ന ഉബൈദ് സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി. 4-ാം പ്രതി മധൂർ കൊല്ലിയിലെ ആയിഷയ്ക്ക് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. 7-ാം പ്രതി പൂച്ചക്കാട്ട് സൈഫുദ്ദീൻ ബാദുഷയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. കേസിലെ 2 പ്രതികൾ വിദേശത്താണ്. ഇവർക്കായി റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2023 ഏപ്രിൽ 14 രാത്രിയിലാണ് അബ്ദുൾ ഗഫൂർ ഹാജി കൊല്ലപ്പെട്ടത്. ഖബറടക്കം നടത്തിയ മൃതദേഹം മകന്റെ പരാതിയെ തുടർന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. മന്ത്രവാദത്തിന്റെ പേരിൽ ഗഫൂർ ഹാജിയിൽ നിന്ന് തട്ടിയെടുത്ത 596 പവൻ സ്വർണം തിരിച്ചു ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. തല ഭിത്തിയിലിടിച്ചായിരുന്നു ഗഫൂർ ഹാജിയെ കൊലപ്പെടുത്തിയത്. 1758 പേജുകളുള്ള കുറ്റപത്രത്തിൽ 266 സാക്ഷിമൊഴികളും 1.46 ലക്ഷം ഡിജിറ്റൽ തെളിവുകളും അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതികൾ ഗഫൂർ ഹാജിയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണത്തിൽ 137 പവൻ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. DCRB DYSP KJ ജോൺസണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു. മംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിൻ കയറാനും ഇറങ്ങാനും എത്തുന്ന രോഗികളും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ ദുരിതത്തിൽ. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു. മംഗളൂരു ഭാഗത്തേക്കുള്ള ട്രെയിൻ കയറാനും ഇറങ്ങാനും എത്തുന്ന രോഗികളും ഭിന്നശേഷിക്കാരും മേൽനടപ്പാലം വഴി കയറിയിറങ്ങാൻ ഏറെ ബുദ്ധിമുട്ടി.
കൊല്ലത്തെ ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞെത്തിയ യുവാവിനും കുടുംബത്തിനും ഇന്നലെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്താൻ യാത്രികരുടെ സഹായം തേടേണ്ടി വന്നു. സ്റ്റേഷനിൽ നിന്ന് ചക്രക്കസേരയും എടുത്ത രോഗിയുമായി ലിഫ്റ്റിനരികിൽ എത്തിയപ്പോഴാണ് ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടത്. ഉദ്യോഗസ്ഥരോട് അന്വേഷിച്ചപ്പോഴും നന്നാക്കാൻ സമയമെടുക്കുമെന്ന മറുപടിയാണ് കിട്ടിയതെന്ന് യുവാവിനൊപ്പമുണ്ടായിരുന്ന CH ഹസൈനാർ പറഞ്ഞു. തുടർന്ന് ഇദ്ദേഹം പരാതിയും നൽകി. പിന്നീട് കോളേജ് വിദ്യാർത്ഥികളുടെ സഹായത്തോടെ യുവാവിനെ എടുത്താണ് മേൽപ്പാലം വഴി താഴെ എത്തിച്ചത്. റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിന്റെ പ്രവർത്തനം തകരാറിലാകുന്നത് പതിവായി മാറിയിട്ടുണ്ട്. ഇത് ഭിന്നശേഷിക്കാരെയും രോഗികളെയും പ്രായമായവരെയുമാണ് ഏറെ ബാധിക്കുന്നത്. നിലവിൽ ഒരു മേൽനടപ്പാലം മാത്രമാണ് റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഇവിടേക്ക് നടന്നെത്താൻ തന്നെ ദൂരമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നാഷണൽ ഹൈറാൾഡ് അഴിമതിയിൽ പ്രതിഷേധിച്ച് യുവമോർച്ച പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചു. മിനി സിവിൽ സ്റ്റേഷന് മുന്നിലായിരുന്നു പ്രതിഷേധം. നാഷണൽ ഹെറാൾഡ് അഴിമതിയിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ കാഞ്ഞങ്ങാട്ട് രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ചത്. പുതിയകോട്ട മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ അശ്വിൻ കൊല്ലാവിൽ, അഡ്വക്കേറ്റ് HN ധനുഷ്, വിജു തട്ടുമ്മൽ, KP ജിതിൻ കുമാർ, ആദർശ് ചെമ്മട്ടംവയൽ, പ്രീതം പുതിയകോട്ട എന്നിവർ സംസാരിച്ചു. അന്നത്തെ കോൺഗ്രസിന് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ പത്രം ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായി പത്രത്തിൽ 3-4 ഭാഷകളിൽ ഇറക്കുകയും ചെയ്തു. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതേപോലെ തന്നെ തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ പല ഭാഷകളായി ഇറക്കുകയും ഈ പത്രം പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആ ഒരു സമയ കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പണത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള സംഭാവന വിൽക്കുകയും അതിൻ്റെ നെറ്റ്വർക്കായി വളരുകയും അതിൻ്റെ ഭാഗമായി ഒരുപാട് സ്ഥാപന രംഗ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ചെയ്യുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടന്നക്കാട് ഓർച്ചയിൽ പുഴവെള്ളം കയറി തെങ്ങുകൾക്ക് വ്യാപക നാശനഷ്ടം. ഉപ്പുവെള്ളം കൊണ്ടുണങ്ങി വീഴുകയാണ് തെങ്ങുകൾ. 100-ൽ പരം വീടുകൾ ഉൾപ്പെടെ പ്രദേശം ഉപ്പുവെള്ളം കയറി ദുരിതത്തിലായിട്ട് മാസങ്ങളായി. നീലേശ്വരം നഗരസഭയിലെ ഓർച്ച പ്രദേശത്ത് പുഴയിൽ നിന്ന് ഉപ്പുവെള്ളം കയറാൻ തുടങ്ങിയിട്ട് 2 മാസത്തോളമായി. രാപ്പകൽ വ്യത്യാസമില്ലാതെ പുഴവെള്ളം പറമ്പുകളിലേക്ക് എത്താൻ തുടങ്ങിയതോടെ നാളികേരം മുഖ്യ വരുമാന മാർഗമാക്കി ജീവിക്കുന്ന പ്രദേശത്തെ കുടുംബങ്ങളെ ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. പറമ്പുകളിൽ പുഴവെള്ളം കെട്ടിക്കിടന്ന തെങ്ങുകൾ ഉണങ്ങി വീഴുന്നതും കായ്ഫലം ഇല്ലാതാക്കുന്നതും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ഓർച്ച പ്രദേശത്തെ പറമ്പുകളിൽ തലപ്പോയ തെങ്ങുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഓർച്ച എന്ന ഗ്രാമം ഒരു താഴ്ന്ന പ്രദേശമാണ്. സാധാരണ ഉപ്പുവെള്ളം കയറാറുണ്ട്. മുൻകാലങ്ങളിൽ ബാവോടനുബന്ധിച്ചാണ് ഉപ്പുവെള്ളം കയറാറ്. ഇപ്പോഴത് അതിന് സമയം കാലമൊന്നുമില്ല, എന്നും ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതായത് പാലായി ഷട്ടർട്ടൺ ബ്രിഡ്ജ് അത് ഒരു പരിധിവരെ ഇതിനൊരു കാരണമാണ് എന്നാണ് ഞങ്ങളുടെ നിഗമനം. അതുകൊണ്ട് തന്നെ ഇവിടെ പച്ചക്കറിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് ആണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ തെങ്ങോട്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു തെങ്ങും അതിന് വളം ചേർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ തെങ്ങ് പാടെ നശിച്ചു പോകുന്നു. അതുപോലെ പച്ചക്കറി ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 80-ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. മൊത്തത്തിൽ നാട്ടിൽ മുഴുവൻ ഉപ്പുവെള്ളം കയറി ആർക്കും ഒരു കൃഷിയും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. തെങ്ങുകൾക്ക് പുറമെ മറ്റ് ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും നശിക്കുകയാണ്. സമീപ പ്രദേശങ്ങളായ കടിഞ്ഞിമൂല, പുറത്തേക്കൈ തുടങ്ങിയ സ്ഥലങ്ങളും മാസങ്ങളായി ദുരിതം നേരിടുന്നുണ്ട്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി നടപടികൾക്കായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. സിറ്റി ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. KMCC നേതാവായിരുന്ന CH അസ്ലം ഓർമ്മകളുടെ പുസ്തകം പ്രകാശനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നജീബ് കാന്തപുരം MLA-ക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. KMCC നേതാവായിരുന്ന CH അസ്ലമിന്റെ സ്മരണിക പ്രകാശനം ചെയ്തു. CH അസ്ലം ഓർമ്മകളുടെ പുസ്തകം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നജീബ് കാന്തപുരം MLA-ക്ക് നൽകിയാണ് നിർവഹിച്ചത്. നമ്മളാരും പ്രസംഗിക്കേണ്ടതില്ലാത്ത ഒരു വേദിയാണിത്. ചില സന്ദർഭങ്ങളിൽ വാക്കുകൾ ആവശ്യമില്ലാതെ നമുക്ക് സംസാരിക്കാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടിയിരിക്കൽ പോലും അതിവാചാലമായ വാക്കുകളെക്കാൾ ശക്തമാകും. അസ്ലമിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെല്ലാം, മക്കൾ ഉൾപ്പെടെ, ഈ ചടങ്ങിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനേക്കാളേറെ പ്രധാനമായ ഒരു കാര്യം, ഓർമ്മകൾ കുറഞ്ഞ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്.
മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് എടനീർ സ്വാഗതം പറഞ്ഞു. സ്മരണിക എഡിറ്റർ ഷെരീഫ് സാഗർ പുസ്തകത്തെ പരിചയപ്പെടുത്തി. എ.കെ.എം. അഷ്റഫ് എം.എൽ.എ, എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ, ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി, ട്രഷറർ മുനീർ ഹാജി, ഭാരവാഹികളായ അഡ്വക്കേറ്റ് എൻ.എ. ഖാലിദ്, 14 അബ്ദുറഹ്മാൻ, കെ.എ. ബക്കർ, മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്ത്, ജനറൽ സെക്രട്ടറി കെ.കെ. ബദറുദ്ദീൻ, ട്രഷറർ സി.കെ. റഹ്മത്തുള്ള, മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം.കെ. റഷീദ് ഹാജി, ജനറൽ സെക്രട്ടറി കെ.കെ. ജാഫർ, കെ.എം.സി.സി നേതാക്കളായ അബ്ദുള്ള ആറങ്ങാടി, കെ.കെ. സുബൈർ, അബൂബക്കർ കൊളവയൽ, ഉസ്മാൻ ഗലീജ്, കാഞ്ഞങ്ങാട് സി.എച്ച്. സെന്റർ ഭാരവാഹികളായ തായൽ അബൂബക്കർ ഹാജി, സി.എച്ച്. അഹമ്മദ് കുഞ്ഞി ഹാജി, ഷംസുദ്ദീൻ കല്ലൂരാവി, പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് എ.പി. ഉമ്മർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പി. നാരായണൻ, ആസിഫ് സഹീർ, അസീസ് കളത്തൂർ, ടി.ഡി. കബീർ, നദീർ കൊത്തിക്കാൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് കല്ലൂരാവി മുസ്ലിം ലീഗ് കമ്മിറ്റി അസ്ലം സ്മരണിക എഡിറ്റർ ഷെരീഫ് സാഗറിന് കല്ലൂരാവി മുസ്ലിം ലീഗ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം സാദിഖ് അലി തങ്ങൾ നൽകി. കാഞ്ഞങ്ങാട് സി.എച്ച്. സെന്ററിലേക്ക് സി.എച്ച്. അസ്ലമിന്റെ കുടുംബം നൽകുന്ന 10 ലക്ഷം രൂപയുടെ ചെക്ക് സി.എച്ച്. അസ്ലമിന്റെ മകൻ മുഹമ്മദ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. LNS സ്പെഷ്യൽ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമർ വിളക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. LNS സ്പെഷ്യൽ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് വെച്ചാണ് നടന്നത്. LNS സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമർ വിളക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരെ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക്, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഈ മദ്യത്തിൽ നിന്ന്, ഈ ലഹരിയിൽ നിന്ന് മോചനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒറ്റ പ്രവർത്തനം മതി ഈ ജില്ലയിലെ മുഴുവൻ ഈ ലഹരി വിരുദ്ധ പ്രവർത്തകന്മാർക്കും സായുജ്യമറിയാൻ, സാർത്ഥകമാക്കാൻ. അതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രവർത്തനം ദൈവത്തിൻ്റെ ഭാഗത്തുള്ള അമലായി ദൈവം സ്വീകരിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറു ലഹരി നിർമ്മാർജ്ജന സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എ. ഹമീദ് ഹാജി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഹോസ്ദുർ സ്പെഷ്യൽ ബ്രാഞ്ച് CI രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രദീപൻ ജനമൈത്രി പോലീസ് ഹോസ്ദുർഗ LNS സംസ്ഥാന സെക്രട്ടറി മുസാൻ പാട്ടിലത്ത്, കെ. വിജില, സീനിയർ വൈസ് പ്രസിഡന്റ് കരീം കുശാൽ നഗർ, കെ.വി. കുട്ടി ഹാജി, അബൂബക്കർ ഹാജി, 7 സ്റ്റാർ അബ്ദുറഹ്മാൻ, കെ. ഷംസുദ്ദീൻ, മുഹമ്മദ് ഇച്ലങ്കാൽ, അബ്ദുൽ ഖാദർ H, മജീദ് വേങ്ങര, A.K. മുഹമ്മദ് കുളിയങ്കാൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി AC അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യോഗക്ഷേമ ഉപസഭയുടെ വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. കുടുംബസംഗമവും സംഘടിപ്പിച്ചു. യോഗക്ഷേമ സഭ കാഞ്ഞങ്ങാട് ഉപസഭ വാർഷിക സമ്മേളനവും കുടുംബസംഗമവും സൗത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രസിഡന്റ് EB ഭട്ട് അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യകാരുണ്യ പ്രവർത്തക ബിന്ദു മരങ്ങാട് യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്കാരത്തിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു സംസ്കരിച്ചെടുത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളതാണ്. മറ്റ് സമുദായങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സമുദായം കൈവരിച്ചിരിക്കുന്ന സാംസ്കാരികമായ ഔന്നത്യം എപ്പോഴും എല്ലാ വേദികളിലും പറയാറുണ്ട്. നിങ്ങൾ എന്തെല്ലാം തരത്തിൽ ഞങ്ങളെ അവഗണിക്കാൻ ശ്രമിച്ചാലും അതെല്ലാം വ്യർത്ഥമാണ്. കാരണം ഇത്രയധികം മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പുരോഗമനപരമായി ചിന്തിച്ചുകൊണ്ട് ഇതിൻ്റെ തുടക്കം മുതൽ ഈ കാലഘട്ടം വരെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബ്രഹ്മശ്രീ പത്മനാഭൻ മധുരമ്പാടി തായർ, ഉണ്ണികൃഷ്ണൻ P, സതീഷ് ആനന്ദാശ്രമം, ഗോവിന്ദൻ P, ശ്രുതി സുകേഷ് എന്നിവരെ ആദരിച്ചു. ഉത്തരമേഖലാ പ്രസിഡന്റ് കൽപ്പമംഗലം നാരായണൻ നമ്പൂതിരി, ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ, സംസ്ഥാന കൗൺസിൽ അംഗം തുയ്യം ശ്രീധരൻ ഭട്ടതിരി, P. ഗീത, ഗൗരി MS എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി ഗോവിന്ദൻ മാങ്കുളം പ്രസിഡന്റ്, ഗോവിന്ദൻ പുതുമന സെക്രട്ടറി, ശങ്കരൻ കാഞ്ഞിരപ്പള്ളി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികളായി ഗോവിന്ദൻ മാങ്കുളം പ്രസിഡന്റ്, ഗോവിന്ദൻ പുതുമന സെക്രട്ടറി, ശങ്കരൻ കാഞ്ഞിരപ്പള്ളി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. സെക്രട്ടറി ശ്യാമള കെൻ സ്വാഗതവും ട്രഷറർ ശ്രീധരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിക്കാട്ട് ശ്രീ കാളികാ ഭഗവതി ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. കലവറ നിറക്കൽ ഘോഷയാത്രയും നടന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന നെല്ലിക്കാട്ട് ശ്രീ കാളികാ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കലവറ നിറക്കൽ ഘോഷയാത്രയെത്തി.
ഉദയംകുന്ന് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെട്ടത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടി ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. നിരവധി ആളുകളാണ് ഘോഷയാത്രയിൽ പങ്കാളികളായത്. മേത്തളിയില്ലത്ത് കുമരച്ചന്റെയും മകനായ മകന്മാളിൽ പിറന്ന മന്നപ്പൻ നിർദ്ദീയനായ കടുകനൂർ വീരനുദേവനായി മാറിയ കഥ അനാവരണം ചെയ്യുന്നു വിവിധകലാമേളം. രാത്രി 10 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ കുളിച്ചു തോറ്റം. നാളെ പുലർച്ചെ 2 മണിയോടെ മൂന്നായ ജഗത്തിനെല്ലാം പൂർണ്ണായ പൊട്ടൻ ദൈവം. 25-ന് രാവിലെ 2 മണിക്ക് പൊട്ടൻ ദൈവം അരങ്ങിലെത്തും. ഉച്ചയ്ക്ക് 12 മണിക്ക് വിഷ്ണുമൂർത്തി, തുടർന്ന് ഗുളികൻ ദൈവം അരങ്ങിലെത്തും. വൈകുന്നേരം വിളക്കിലരിയോടുകൂടി ഉത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഞാണിക്കടവ് ഹിയാദത്തുൽ ഇസ്ലാം മദ്രസയ്ക്ക് ഇനി പുതിയ കെട്ടിടം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ഞാണിക്കടവ് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയ്ക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച കെട്ടിടം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിന് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് തണ്ടുമ്മൽ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത, ഞാണിക്കടവ് ഖത്തീബ് ആഷിഖ് ഫൈസി കാക്കടവ, മൊയ്തു മൗലവി, പി മുഹമ്മദ് ഹാജി, കെ സി മുഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് എൻ എ ഖാലിദ്, അബ്ദുള്ള ഫൈസി, വൺഫോർ അബ്ദുൾ റഹ്മാൻ, കെ കെ ജാഫർ, സഫീർ ഞാണിക്കടവ്, ടി മുനീർ, പി അബൂബക്കർ എന്നിവർ സംസാരിച്ചു. കെ പി അബൂബക്കർ സ്വാഗതവും സി എച്ച് ഖാലിദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ കിഴക്കുംകര കണിയൻകുണ്ട് കാറ്റാടിപ്പറമ്പിൽ നാഗദേവസ്ഥാനം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ഗുളികൻ ദൈവത്തെ കെട്ടിയാടി. അജാനൂർ കിഴക്കുംകര കണിയാൻകുണ്ട് കാറ്റാടിപ്പറമ്പിൽ നാഗദേവസ്ഥാനം പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി ഗുളികൻ ദൈവം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. തുടർന്ന് അന്നദാനവും നടന്നു. ഏപ്രിൽ 25-ന് ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ കലാകാരികളുടെ വിവിധ കലാപരിപാടികൾ സായം സന്ധ്യ 2025 സംഘടിപ്പിക്കും. ഏപ്രിൽ 26-ന് ഗണപതി ഹോമം, തുടർന്ന് പൂജാതി കർമ്മങ്ങൾ, തുടർന്ന് രക്തേശ്വരി, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ദേവന്മാർക്കുള്ള പൂജാതി കർമ്മങ്ങളും പ്രസാദ വിതരണവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ടം മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. മധുരമ്പാടി ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. കണ്ണങ്കോട്ട് ഭഗവതി ക്ഷേത്ര പരിസരത്തു നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ എത്തിയ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഏപ്രിൽ 24-ന് ദൈവത്തെ മലയിറക്കൽ നടക്കും. രാത്രി 7 മണിക്ക് അന്തിവെള്ളാട്ടവും തുടർന്ന് അന്നദാനവും നടക്കും. രാത്രി 11 മണിക്ക് സന്ധ്യാവേല കളിക്കപ്പാട്ട്. ഏപ്രിൽ 25-ന് തിരുവപ്പന വെള്ളാട്ടം പുറപ്പാട് നടക്കും. തുടർന്ന് പ്രസാദ വിതരണം. ദൈവത്തെ മലകയറ്റൽ ചടങ്ങോടുകൂടി മഹോത്സവത്തിന് സമാപനമാവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ ശതാബ്ദി ആഘോഷ സമാപനം ഏപ്രിൽ 26-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. 1925 സ്ഥാപിതമായതും ഉദിനൂർ ഗ്രാമത്തിലെ പ്രഥമ പൊതുവിദ്യാലയവുമായ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ സേവനത്തിന്റെ 100 വർഷങ്ങൾ പിന്നിടുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ 26, 27 തീയതികളിൽ വ്യത്യസ്ത പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 26-ന് രാത്രി 7 മണിക്ക് സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നൃത്തവിരുന്നായ ലയം അരങ്ങേറും.
സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ടെലിവിഷൻ താരം അക്ഷയ ജനാർദ്ദനൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 27 രാവിലെ 10 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേപ്പുമരച്ചോട്ടിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP സംഗമം ഉദ്ഘാടനം ചെയ്യും. ശതാബ്ദിയുടെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. 3.5 പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സ്കൂളിന്റെ പ്രധാന അധ്യാപകനായിട്ടുള്ള AC അത്താവുള്ള മാസ്റ്റർ, അതുപോലെ തന്നെ T ഫാത്തിമത്ത് സുഹറ ടീച്ചർക്കുമുള്ള യാത്രയപ്പ് കൂടി ആ സമാപന പരിപാടി നടക്കുന്നുണ്ട്. സമാപന പരിപാടി കേരളത്തിന്റെ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവர்களാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട MLA ശ്രീ M രാജഗോപാലൻ അവർ അധ്യക്ഷത വഹിക്കും. സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. രാവിലെ 11 മണിക്ക് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുരേഷ് പള്ളിപ്പാറ അവതരിപ്പിക്കുന്ന പാട്ടോളം നാടൻ പാട്ടുമേളം അരങ്ങേറും. ഉച്ചയ്ക്ക് 12 മണിക്ക് നാടൊന്നായി ചേരുന്ന സ്നേഹസദ്യ നടക്കും. സമാപന സമ്മേളനത്തിൽ സ്കൂളിന്റെ 100 വർഷത്തെ ചരിത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സുവനീർ മന്ത്രി AK ശശീന്ദ്രൻ പ്രകാശനം ചെയ്യും. രാത്രി 8 മണിക്ക് പ്രശസ്ത ഗായകൻ ആബിദ് കണ്ണൂർ നയിക്കുന്ന സംഗീത നിശ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ PV മുഹമ്മദ് അസ്ലം, കൺവീനർ TC ഇസ്മായിൽ, ട്രഷററും പ്രധാനാധ്യാപകനുമായ AC അത്താവുള്ള, സ്കൂൾ മാനേജർ AB മുസ്തഫ ഹാജി, PTA പ്രസിഡന്റ് M സജീഷ് കുമാർ, ഡയറക്ടർ ബോർഡ് അംഗം CK ഷെരീഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഭൂമിയിലെ സ്വർഗം എന്നാണ് കാശ്മീരിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും സുന്ദരമാണ് പഹൽഗാമിൽ നിന്ന് മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസരൻ വാലിയിലേക്കുള്ള 6 കിലോമീറ്റർ ട്രക്കിംഗ്. കുതിരപ്പുറത്ത് മാത്രം യാത്ര ചെയ്യുന്ന ഇതുവഴിയുള്ള കാൽനട യാത്ര അതിസാഹസികമാണ്. പ്രത്യേകിച്ച് ജനുവരി മാസത്തിൽ മഞ്ഞുകാലത്തുള്ള യാത്ര അതിസുന്ദരവും. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര വിഭാഗത്തിലെ 41 വിദ്യാർത്ഥികളും 3 അധ്യാപകരും ജനുവരി മാസം അവസാന വാരത്തിൽ നടത്തിയ പഠനയാത്രയുടെ മനോഹര ദൃശ്യത്തോടെ സിറ്റി ചാനൽ ജില്ലാ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. നടന്നോ